നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കാവുംപടി റോഡിൽ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ അവകാശവാദങ്ങളുമായി വാർഡ് കൌൺസിലറും പ്രാദേശിക നേതാവും രംഗത്ത്. വാർഡ് കൌൺസിലർ രാജശ്രീ രാജുവും UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജേക്കബ് തോമസുമാണ് അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മൂവാറ്റുപുഴ കാവുംപടി റോഡിൽ കപ്പേളയ്ക്ക് സമീപം മാത്തിക്കുഴൽനാടൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തനമാരംഭിച്ചതോടെ ലൈറ്റ് അനുവദിച്ചതിലെ അവകാശവാദങ്ങളുമായി വാർഡ് കൌൺസിലറും പ്രാദേശിക നേതാവും രംഗത്ത്. വാർഡ് കൌൺസിലർ രാജശ്രീ രാജുവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജേക്കബ് തോമസുമാണ് അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് MLA ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തിയത്. ഉദ്ഘാടനത്തെ തുടർന്ന് വാർഡ് കൌൺസിലറിനും UDF സ്ഥാനാർത്ഥിയായിരുന്ന ജേക്കബ് തോമസിനും അഭിനന്ദനം അറിയിച്ചുള്ള 2 ഫ്ലെക്സ് ബോർഡ് ലൈറ്റിനോട് ചേർന്ന് ഉയർന്നിരുന്നു. ഇതോടെയാണ് അവകാശവാദങ്ങളുമായി ഇരുവരും രംഗത്തെത്തിയത്. വാർഡ് കൌൺസിലറായ തന്നെയോ നഗരസഭാ അധ്യക്ഷയെയോ ഔദ്യോഗികമായി അറിയിക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയതെന്നും ഇതിനു പിന്നിൽ തരംതാണ രാഷ്ട്രീയ കളികളാണെന്നും എട്ടുകാലി മമ്മൂൻ ചമയുകയാണെന്നും കൌൺസിലർ രാജശ്രീ രാജു ആരോപിച്ചു. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് നമ്മുടെ MLAയുടെ ഫണ്ടിൽ നിന്നും 11 വാർഡുകളിലേക്ക് ഹൈമാസ്റ്റ് ലൈറ്റ് അനുവദിക്കുന്നതിനൊരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. അത് 30/10/2024 ആ പ്രമേയം പാസ്സായത്. അത് നേരിട്ട് നമ്മുടെ ഈ കഴിഞ്ഞ സമയത്ത് 22-ാം വാർഡിൽ 2 ഹൈമാസ്റ്റ് ലൈറ്റാണ് അദ്ദേഹം അനുവദിച്ചത്. അതൊന്ന് മുൻ ചെയർമാൻ്റെ റിക്വസ്റ്റ് പ്രകാരം കോടതിയുടെ മുമ്പിലും, ഒന്ന് എൻ്റെ റിക്വസ്റ്റ് പ്രകാരം കപ്പേളയുടെ ഓപ്പോസിറ്റുമാണ് അത് നൽകിയത്. അതിന് ഇപ്പോൾ എനിക്കെതിരെ മത്സരിച്ച അദ്ദേഹം മുന്നിട്ടിറങ്ങിയാണ് ഹൈമാസ്റ്റ് ലൈറ്റ് നേടിയെടുത്തതെന്നൊരു വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. അതിൽ വളരെ അധികം ദുഃഖമുണ്ട്. നഗരസഭ അധ്യക്ഷയോ വാർഡ് കൗൺസിലറായ എന്നെയോ ആ വിവരം അറിയിക്കാതെ MLA വന്നത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അത് MLAയുടെ ഒരു MLA ഞാൻ കുറ്റപ്പെടുത്താൻ അതിൽ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു പ്രോട്ടോകോൾ ഉള്ളതാണ്. എന്നെയും നമ്മുടെ നഗരസഭാ അധ്യക്ഷയും അത് അറിയിക്കേണ്ടതായിരുന്നു. പിന്നെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്ക് ഈ കേരള കോൺഗ്രസ്സിലുണ്ട്. അവർക്കൂടെ ഇങ്ങനെ ഒരു വ്യക്തിയുടെ പ്രവൃത്തി നാണക്കേടായി വരിക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. ഇത് ശരിക്കും പറഞ്ഞാൽ എട്ടുകാലി മമ്മൂഞ്ഞുമാരുടെ സ്വഭാവമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ഇനിയും ഇത്തരം നടപടികൾ ദയവായി ഓർത്ത് സ്വീകരിക്കാതിരിക്കുക. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ മുന്നിൽ നിന്നത് താനാണെന്നും നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് MLA ചടങ്ങിനെത്തിയതെന്നുമാണ് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജേക്കബ് തോമസിന്റെ വാദം. ഇവിടുത്തെ വാർഡ് കൗൺസിലർ പറയുന്നു ഇതിനകത്ത് അവരിടപെട്ടിട്ടാണ് നടത്തിയതെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിന് വ്യക്തമായിട്ട് പറയാം. ഈ കാണുന്ന വീട്ടിലെ സോബി എന്ന് പറയുന്ന പയ്യൻ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് അറിയുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഭയങ്കര ഇരുട്ടാണ്, അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ MLA വിളിച്ച് MLA ഒന്ന് കാണണമെന്ന് പറഞ്ഞു. MLA ചെല്ലാൻ പറഞ്ഞു. MLA അടുത്ത് തന്നെ പറഞ്ഞു ഞാൻ MLA ഇവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് നിർബന്ധമായിട്ടും വേണം, കാരണം ഇത് മെയിൻ ജംഗ്ഷനാണ്, എല്ലാ സ്ഥലത്തേക്കും വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന ഒരു ജംഗ്ഷനാണ്, അത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ MLA പറഞ്ഞു പൂർണ്ണമായി MLA എന്നോട് സഹകരിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ വാക്ക് സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ ഈ ലൈറ്റിന് അനുവാദം തരുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന് ഞാൻ പരാജയപ്പെട്ടു. എങ്കിൽ പോലും ഈ വാർഡിലെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ പോലും ഞാൻ ഈ കാണുന്ന റോഡിലെ പുല്ല് ഞാനും ഞങ്ങളുടെ സുഹൃത്തുക്കളും കൂടി അത് വെട്ടിമാറ്റിയതാണ്. കാരണം അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്ത അത്രയും കാട് പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഈ ഫൗണ്ടേഷൻ ഇടാൻ വന്നപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന ആളുകൾ എന്നെ വിളിച്ച് ഇവിടെ ഇങ്ങനെ ഫൗണ്ടേഷൻ ഇടാൻ വരികയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ മുഴുവൻ വേസ്റ്റായിരുന്നു. ആ വേസ്റ്റ് ഞാനും ഈ വീട്ടിലെ ആളുകളെല്ലാവരും കൂടിയാണ് മാറ്റിയത്. ആ സമയത്ത് ഞങ്ങൾ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഇതിനകത്ത് കാണുന്നുണ്ട്. ഞങ്ങൾ ആ വേസ്റ്റ് മാറ്റുന്നതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഈ ഫ്ലെക്സിൽ ഇവിടുത്തെ നാട്ടുകാർ വെച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടില്ല. ഇവിടുത്തെ സാധാരണക്കാരെ ആളുകൾ MLA ഇവിടെ അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ അവാർഡ് ഫംഗ്ഷനും, അതായത് MLAയുടെ മെറിറ്റ് അവാർഡ് ഈ അരമന കോംപ്ലക്സിലായിരുന്നു അന്ന് ആ ദിവസം നടന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ലൈറ്റ് വെച്ചിട്ട് അദ്ദേഹം വന്നില്ലല്ലോ, ഇവിടെ വന്ന് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യണം, അതുകൂടാതെ ഞങ്ങൾ മധുരം വിളമ്പൊന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെയും വിളിച്ചു, ഞാനും ഇവിടെ വന്നു. MLAക്ക് പൂർണ്ണമായിട്ടും അറിയാം ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ കാര്യം നടന്നതെന്ന് ഇവിടുത്തെ നാട്ടുകാർക്കും അറിയാം. ഈ നാട്ടിൽ എന്തോരം ലെറ്റർ കൊടുക്കുന്ന ആളുകൾ
ആളുകൾ എന്തോരം ലെറ്റർ കൊടുക്കുന്നു. ഇവിടെ കൊച്ചി മെട്രോ വന്നെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സാറിന് ഞാൻ ലെറ്റർ ഞാൻ കൊടുത്തതുകൊണ്ടാണ് ഇവിടെ കൊച്ചി മെട്രോ വന്നത്. നമ്മുടെ കാവുമ്പടി ഭാഗത്തെ വാട്ടർ അതോറിറ്റി പൈപ്പുകൾ നിരന്തരം പൊട്ടുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഈ സമയത്ത് നിങ്ങൾക്കറിയാം, ഞാൻ കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയിരിക്കുന്ന മന്ത്രിസ്ഥാനാണ് മോഹൻ സാറിന് ജലസേചന വകുപ്പ്. അദ്ദേഹത്തോട് ഞാൻ നേരിട്ട് ആദ്യം തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ തന്നെ പറഞ്ഞ് ഈ നിർമ്മാണം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് പറഞ്ഞ് 2,47,00,000 രൂപ ഇതിനു വേണ്ടി അനുവദിച്ചേക്കുവാണ്. ഇനി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുകയാണെങ്കിൽ പറയട്ടെ, പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആ കൗൺസിലർ പറയട്ടെ, ഞാനല്ല പറഞ്ഞിരിക്കുന്നതെന്ന് പറയട്ടെ. 100% ഞാൻ പറയുകയാണ്, ഞാൻ ഇടപെട്ടതുകൊണ്ടാണ് അത് നടപ്പാകാൻ പോവുകയാണ്. കാവുമ്പടി പ്രദേശത്തെ ജനങ്ങളുടെ ഹൈമാസ്റ്റ് ലൈറ്റ് എന്ന നീണ്ട നാളത്തെ ആവശ്യം നടപ്പായെങ്കിലും നേതാക്കൾ തമ്മിലുള്ള അവകാശവാദങ്ങൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. നാക് A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.